എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുകയാണ്. മാത്രമല്ല, ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനും സജീവ പ്രവർത്തനമായിരുന്ന ശ്രീ PN പണിക്കരുടെ ഓർമ്മദിനം കൂടിയാണ് ഇന്ന്. അത് വായനാ ദിനമായി ആചരിക്കുക. വായനയുടെ അനുഭൂതികളേക്ക് മനുഷ്യരെ ഓർത്തെടുക്കുവാനും ചുറ്റുപാടുകളെയും സമൂഹത്തെയും അതിലുപരി മനുഷ്യകുലം ഇത്രയും കാലം ആർജിച്ചെടുത്തിട്ടുള്ള നേട്ടങ്ങളെയും തിരിച്ചറിവുകളെയും ഓർമ്മിച്ചെടുക്കുവാനുമുള്ള, അഥവാ ചുറ്റുപാടുകളോട് സംവദിച്ചുകൊണ്ട് പ്രതിരോധിക്കുവാനും പ്രതിഷേധിക്കുവാനും സമരം ചെയ്യുവാനുമൊക്കെയുള്ള മനുഷ്യൻ്റെ അദമ്യമായ ആഗ്രഹത്തെ മുന്നോട്ട് നയിക്കുവാൻ പര്യാപ്തമായ അനുഭവങ്ങളെ നമുക്ക് സമ്മാനിച്ച ആ ഓർമ്മകളിൽ അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും അനുഭവങ്ങളെയും ചേർത്ത് വായിച്ചെടുക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ അന്വേഷണാത്മകമായിട്ടുള്ള യാത്രയാണ് ഒരു പുസ്തകം പോലെ ഓരോ പേജുകളിലും നിറഞ്ഞു നിൽക്കുന്ന അക്ഷരങ്ങളിലൂടെ തെളിഞ്ഞു വരുന്ന അനുഭവങ്ങളുടെ ലോകം. കണ്ടതും കൊണ്ടതും കേട്ടതുമായിട്ടുള്ള അക്ഷരങ്ങളിലൂടെ, വാർത്തകളിലൂടെ, എഴുത്തുകളിലൂടെ ഒക്കെ നാം തിരിച്ചറിയുന്ന ലോകത്തിൻ്റെ സവിശേഷാത്മകമായിട്ടുള്ള പുരോഗതിയും അതിൻ്റെ പ്രതിഫലനങ്ങളും ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും അഥവാ ഒരു രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പ്രകൃതിയുടെയും ഉള്ളറകളിൽ സൃഷ്ടിക്കുന്ന വ്യതിയാനങ്ങളെ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനും സൂക്ഷ്മമായി പരിശോധിച്ച വീണ്ടും വീണ്ടും നിരീക്ഷണങ്ങളും അന്വേഷണങ്ങളും തുടരുവാനും ജീവിതം കരുപ്പിടിപ്പിക്കുവാനും കരുത്തു തെളിയിക്കുവാനുള്ള യാത്രയാണ് ആത്യന്തികമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായനാദിനം മനുഷ്യനെ ചേർത്ത് നിർത്തുവാനും മനുഷ്യനെ സ്നേഹിക്കുവാനും ഈ ലോകത്ത് പിറന്നു പോയതിൻ്റെ പേരിൽ സ്വസ്ഥമായി ജീവിക്കുവാനുമുള്ള അവകാശങ്ങളെ ചേർത്ത് പിടിക്കുവാനും സംരക്ഷിക്കുവാനും അക്ഷരായുധങ്ങളുടെ അകമ്പടിയോടെ എഴുത്തിനെയും വായനയെയും സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും പ്രാപ്തരാകട്ടെ. ഈ വായനാ ദിനത്തിൽ എല്ലാവർക്കും കേരള സാഹിത്യ സംഗമ വേദിയുടെ ഹൃദയപൂർവ്വമായിട്ടുള്ള ആശംസകൾ നേരുന്നു. ജൂൺ 19 മുതൽ വരുന്ന ദിവസങ്ങളിൽ സാഹിത്യ സംഗമ വേദിയുടെ പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ, വായനാനുഭവങ്ങൾ, പുസ്തക പരിചയങ്ങൾ, അതുപോലെ തന്നെ മത്സരങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. കൃത്യമായ അറിയിപ്പോടുകൂടി അത് നമുക്ക് സംഘടിപ്പിക്കുവാനും വിജയിപ്പിക്കുവാനും കഴിയും. ആ പ്രവർത്തനത്തിൽ സാഹിത്യ സംഗമത്തിലെ മുഴുവൻ സഹയാത്രികരും ഒന്നിച്ച് നിൽക്കണം, യോജിക്കണം, പങ്കെടുക്കണം, വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥന കൂടി ഞാൻ ഞങ്ങളുടെ അജികുമാർ നാരായണൻ അഭിവാദ്യം. എല്ലാവർക്കും വായനാ ദിനാശംസകൾ.